കാന്തപുരത്തിൻ്റെ ഉസ്താദാണ്, ഓക്കെ ഉസ്താദ് അറിയപ്പെടുന്ന ഓടക്കൽ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ബഹറുൽ ഉലൂം എന്നാണ് അവരിട്ട സ്ഥാനപ്പേര്, വിജ്ഞാന സാഗരം. ആ ബഹറുൽ ഉലൂമിൻ്റെ പേരക്കുട്ടി അബ്ദുൽ ഹസീബ് അഹ്സനി എന്ന് പറയുന്ന ഈ ഓടക്കൽ ഉസ്താദിൻ്റെ പേരക്കുട്ടി ഈ വിവാദമൊക്കെ പാടെ ഒന്നായ കുടുംബിനി കൊണ്ടപ്പോൾ വല്ലിപ്പാൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് മൂപ്പര് ഫേസ്ബുക്കിൽ എഴുതി. വല്ലിപ്പാൻ്റെ നിലപാട് സി എമ്മിനെ കുറിച്ച് എന്താന്ന് എന്നെ എളാപ്പ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് എഴുതി. എന്താ? കേരളത്തിൽ നിന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നാമധേയമാണല്ലോ ആദരണീയായ സി എം മടവൂർ എന്നത്. കാലമിത്രയും കേവലം ഒരു വലിയായി മാത്രം പരിചയപ്പെടുത്തപ്പെട്ട പേരായിരുന്നു അതെങ്കിൽ ഇന്ന് നബിമാരുടെയും മുകളിലോ അള്ളാഹുവിനൊപ്പമോ അവരോധിക്കപ്പെട്ട വ്യക്തിത്വമായി ചിലർ മാറ്റിയിരിക്കുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് ചില പണ്ഡിത വേഷധാരികൾ മടവൂർ ശൈഖുനായെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാ ഒരു അഹ്സനി എഴുതുന്നത്? AP സുന്നനി ഇപ്പോഴുമുള്ള ഒരു അഹ്സനിയാണ് എഴുതുന്നത്. മാത്രവുമല്ല, ഇന്നലെ അവസാനം ഇയാൾ പറയാ എൻ്റെ വല്ലിപ്പാൻ്റെ നിലപാടെന്താ നോക്കാം. മറ്റൊരിക്കൽ ഒരാൾ ഓക്കെ ഉസ്താദിനോട് മടവൂരിനെ കാണാൻ വരുന്നോ എന്ന് ചോദിച്ചു. ഓക്കെ ഉസ്താദിനെ മറുചോദ്യം ഇപ്രകാരമായിരുന്നു: അദ്ദേഹം നമസ്കരിക്കാറുണ്ടോ? നമസ്കരിക്കുന്നത് കാണാറില്ല എന്നായിരുന്നു മറുപടി. ഓക്കെ ഉസ്താദ് വീണ്ടും ചോദിച്ചു: തിന്നുന്നതും കുടിക്കുന്നതും കാണാറുണ്ടോ? നിസ്കരിക്കുന്നത് കാണില്ല. ആയിക്കോട്ടെ, തിന്നുന്നതും കുടിക്കുന്നതും കാണലുണ്ടോ ചോദിച്ചു. ഉണ്ട്. ഉസ്താദ് വീണ്ടും പറഞ്ഞു: എങ്കിൽ നിസ്കരിക്കുന്നതും കണ്ടിരിക്കണം. തിന്നുന്നതും കുടിക്കുന്നതും കാണുന്നുണ്ടെങ്കിൽ നിസ്കരിക്കുന്നതും കാണണം എന്ന്. മറ്റൊരിക്കൽ ഒരാൾ ഓക്കെ ഉസ്താദിനോട് പറഞ്ഞു: അദ്ദേഹത്തിന് 40 തടിയുണ്ട്, ഏതെങ്കിലും ഒരു തടി നിസ്കരിക്കുന്നുണ്ടെങ്കിലോ? മടവൂരിന് 40 തടിയാണ്. അപ്പൊ ഒരു തടി നിസ്കരിക്കണില്ല, പക്ഷെ മറ്റേ തടി നിസ്കരിക്കുന്നുണ്ടെങ്കിലോ? ഓക്കെ ഉസ്താദിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: 40 തടിയുണ്ടെങ്കിൽ 40 തടിയും നിസ്കരിക്കണം. തടിയുടെ മേൽ നിസ്കാരം നിർബന്ധമാണ്. നിസ്കാരം തടിക്കാൻ നിർബന്ധം. അവിടെ 40 തടി ഉണ്ടെങ്കിൽ 40 തടി നിസ്കരിക്കണം എന്ന്. അതാണ് വിവരമുള്ളവൻ പറഞ്ഞത്. വിവരമുള്ള മനുഷ്യന്മാര് അങ്ങനെ പറഞ്ഞത്. ഓലാരും പറഞ്ഞിട്ടില്ല എന്നായിക്കോട്ടെ വലിയായിരിക്കും 40 തടി ഉണ്ടാകും എന്നല്ല പറഞ്ഞത്. 40 തടി ഉണ്ടെങ്കിൽ 40 തടി നിസ്കരിക്കട്ടെ എന്നാണ് പറഞ്ഞത്.